മക്കളെ കൃഷി നശിപ്പിക്കലേടി. നീ ഇത് എവിടെ പോണ്ടി? മാമ ചേച്ചി വന്നിരിക്കണ്. അവള് കുറച്ചേരായി വന്നിട്ട്. അവള് വല്ലതും പറഞ്ഞാടി? ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. നീ പോയിട്ടെ കടുപ്പത്തിൽ തേരിട്ടുണ്ടാ പോ. ഭയങ്കര ക്ഷീണം. അച്ഛൻ എവിടെ പോയിരുന്നു? എടി ഞാൻ കൃഷിഭവൻ വരെ പോയിരുന്നു. നമ്മളെ വാഴയെല്ലാം കാറ്റത്തടിച്ച് ഒടിഞ്ഞില്ല. അപ്പൊ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ? അതിന്റെ പൈസ വല്ലതും വന്നിട്ടുണ്ടോ നോക്കാൻ പോയി. അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ ഈ കൃഷിയൊക്കെ കളഞ്ഞിട്ട് എന്റെ കൂടെ ഫ്ലാറ്റിൽ വന്ന് താമസിക്കാനായിട്ട്. നിനക്ക് ഈ ഫ്ലാറ്റ് ഉണ്ടായത് ഒരുത്തൻ്റെ കൂടെ നിന്നെ കെട്ടിച്ചു വിട്ടപ്പോൾ ഈ ഫ്ലാറ്റ് ഉണ്ടായത്. ഈ ഫ്ലാറ്റ് ഉണ്ടാവണ ഈ കൃഷിയൊക്കെ ഉണ്ടാക്കി തന്നെ നിന്നെ ഞാൻ അങ്ങോട്ട് അയച്ചത്. അതൊക്കെ തന്നെയല്ലേ പാമ്പിട്ടത്. അവൻ ഗൾഫിൽ കിടന്ന് നിനക്കൊരു ജോലി കിട്ടിയപ്പം ഇപ്പൊ ഇവിടെ ഒന്നും വേണ്ട ഇല്ലേ? അച്ഛൻ പറഞ്ഞത് ശരി തന്നെ. അച്ഛൻ അത് ആ കാലത്ത്. പക്ഷെ ഇപ്പൊ ടെക്നോളജിയൊക്കെ മാറി. ഇപ്പൊ അങ്ങനെയല്ല. ചേട്ടൻ വിളിച്ചിരുന്നു. ഈ ആഴ്ച ചേട്ടൻ വരും. ഒന്നീ അച്ഛൻ ഈ പുരയുടെ എന്റെ പേർക്ക് എഴുതാം, അല്ലെങ്കിൽ ചേട്ടന്റെ പേർക്ക് എഴുതണം. കാര്യം ഞങ്ങൾക്ക് ഇവിടെ റിസോർട്ടൊക്കെ പണിയാനുള്ളതാണ്. ഇവിടെ എന്തേരാണോ കുറച്ച് വാഴ ഒടിഞ്ഞു വീണു. അച്ഛൻ എന്തോന്ന് കിട്ടി? ക്ലെയിം വല്ലതും കിട്ടിയോ? ഞാൻ എന്റെ മരണത്തിനല്ലാതെ ഞാൻ വരില്ല ഇവിടുന്ന്. അങ്ങനെ ഇവിടെ ഫ്ലാറ്റ് പണിഞ്ഞിട്ടുള്ള ഒരു ലാഭവും എനിക്ക് വേണം. എന്നെ കൊണ്ട് പറ്റൂല മക്കളെ. ഇതൊന്നും വിട്ടറിഞ്ഞിട്ട് വരാൻ എന്നെ കൊണ്ട് പറ്റൂല. അച്ഛനൊന്നും കരയൊന്നും വേണ്ട. പിന്നെ അങ്ങേറ്റത്തെ പുരയിടത്ത് നിൽക്കണം. ഒരു വരി തെങ്ങ് മൊത്തം മുറിക്കും. മക്കളെ നീ നിസ്സാരമായിട്ട് പറഞ്ഞില്ലേ അത്രയും കൂടി തെങ്ങ്. ആ തെങ്ങ് ഉള്ളതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ എണ്ണ കൃത്യമായിട്ട്. അതുകൊണ്ടാണ് നീ എണ്ണയുടെ വില മനസ്സിലാക്കുക. ഈ ലോകത്ത് പൈസക്കാണ് വില. പൈസ ഉണ്ടെങ്കിൽ എത്ര കിലോ എണ്ണ വാങ്ങിക്കാന്ന് അച്ഛനറിയാം. അല്ല അച്ഛന്റെ ഈ കൃഷിയൊന്നും അല്ല. ഈ തമിഴ്നാട്ടിൽ നിന്ന് വിഷമൊക്കെ അടിച്ചുകൊണ്ട് പറഞ്ഞ എന്തിന് ആ പച്ചക്കറികൾ വാങ്ങിച്ച് തിന്ന് മക്കളെ നിങ്ങൾ വയറൊക്കെ ഇല്ലാതാക്കി. 90 വയസ്സിൽ ചാവാണ്ടവരൊക്കെ ഇപ്പോഴേ ചത്തു തുടങ്ങി. 45-37 വയസ്സ്. മക്കളെ നല്ല ആഹാരം കിട്ടാത്തതിൻ്റെ കുറവുണ്ടാകും.